ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുതിരമെഴുക്ക് പുരട്ടിയാണ്. കഞ്ഞിക്കും ചോറിനും പുട്ടിനും എല്ലാം നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുതിരമെഴുക്ക് പുരട്ടി ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത മുതിരയാണ്. നല്ല ഇതായിട്ടുണ്ട്, കുതിർന്ന് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വെള്ളം ഞാൻ ചെടിക്ക് യൂസ് ചെയ്യാനാണ്, നല്ലതാണ്, ചെടിക്ക് ഏറ്റവും വളമായിട്ട് യൂസ് ചെയ്യാം. അത് ഞാൻ ചെടിക്ക് ഒഴിച്ചു. ബാക്കിയുള്ളതാണിത്. പണ്ട് എൻ്റെ മമ്മി നിർബന്ധിച്ച് കഴിച്ചിരുന്നത്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. കണ്ടോ, ഇത് ഞാൻ കുക്കറിലേക്ക് ഇടുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കല്ലുപ്പും, പിന്നെ ഒരു ചതച്ച വെളുത്തുള്ളി അതും കൂടി ഇട്ട് ഒരു 1.5 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി 4 വിസിൽ ലോ ഫ്ലെയിമിലാക്കി വെക്കാം. നമുക്ക് ഇനി നമുക്ക് കടായിലേക്ക് എണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച ഒരു 12 ചതച്ച മുളകും കറിവേപ്പിലും ഇടാം. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് അത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വാടണം. ഇപ്പം ഇത് വാടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിയിൽ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിയായ മുതിരപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, നമ്മുടെ മുതിര ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഇത് പുട്ടിൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും എല്ലാം കഴിക്കാം. ഞാൻ വെറുതെ ഒന്ന് കഴിച്ചു നോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഓക്കെ, അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.